ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹീറോയും ഹോണ്ടയും തമ്മിലുള്ളൊരു ഫ്ലാഷ് ബാക്കിൻ്റെ സ്റ്റോറിയാണ്. എങ്ങനെയാണ് ഹീറോയും ഹോണ്ടയും ഒന്നിച്ചത്, എന്തുകൊണ്ടാണ് ഹീറോയും ഹോണ്ടയും സ്പ്ലിറ്റ് ആയത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് രണ്ട് ബ്രാൻഡും സ്പ്ലിറ്റഡ് ആണെങ്കിൽ മുമ്പത്തെ കാലഘട്ടത്തിൽ ഹീറോ ഹോണ്ട എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇമോഷനാണ്. എല്ലാ വീടുകളിലും ഒരു ഹീറോ ഹോണ്ട ബൈക്ക് ഉണ്ടായിരിക്കാം. ഒരു ടൂ വീലർ സ്വപ്നം കണ്ട പല ആൾക്കാർക്കും ഒരു ഓപ്ഷനായിരുന്നു ഹീറോ ഹോണ്ട എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹീറോ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഹീറോ എന്ന് പറയുന്നത് ഒരിക്കലും ബൈക്ക് നിർമ്മിച്ച് തുടങ്ങിയ ഒരു കമ്പനിയൊന്നുമല്ല. അവരുടെ ആദ്യത്തെ ചുവടുവെപ്പ് ഒരു സൈക്കിളിൽ നിന്നാണ് അവരെല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. 1956 ഫസ്റ്റ് സൈക്കിൾ കമ്പനി അവർ ഇന്ത്യയിൽ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു മെയിൻ സ്ഥാപകൻ എന്ന് പറയുന്നത് ബ്രിഞ്ചു മോഹൻലാലും പിന്നെ ഓം പ്രകാശ് മുഞ്ചാൾ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളുണ്ട്. അവർ ചേർന്നാണ് ഈ ഒരു സൈക്കിൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലാണെങ്കിൽ സൈക്കിളിൻ്റെ പാർട്സ് മാത്രമേ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടാണ് സൈക്കിൾ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നിർമ്മിച്ച് തുടങ്ങിയത്. ഇന്ത്യയിൽ അങ്ങനെ സൈക്കിൾ കമ്പനീസ് ആരംഭിച്ചു തുടങ്ങി, നല്ല ഗ്രോത്തിങ് ഉണ്ടായി തുടങ്ങി. ഒരു സമയത്ത് 1000-2000 എന്നുള്ള നിലക്ക് സൈക്കിൾ നിർമ്മിച്ച് തുടങ്ങിയ കമ്പനി ഒരു ടൈമിലാണെങ്കിൽ ഒരു ദിവസം 18,000ഓളം സൈക്കിൾ നിർമ്മിച്ചു തുടങ്ങി. അത്രത്തോളം അവരുടെ സൈക്കിൾസിന് നല്ല ഡിമാൻഡ് കൂടി തുടങ്ങി. ഹീറോയുടെ സൈക്കിൾസ് എന്ന് പറയുന്നത് വളരെ ഫേമസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, അവർ പുറത്തും ഈ ഒരു സൈക്കിൾസ് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യക്ക് പുറത്ത് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യൻ കൺട്രീസ്, യൂറോപ്പിലേക്ക് അവരുടെ സൈക്കിൾസ് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ നല്ല റെസ്പോൺസുമാണ്, അഫോർഡബിൾ പ്രൈസിങ്ങിൽ നല്ല സൈക്കിൾസ് അവർക്ക് വാങ്ങാനും പറ്റി. സൈക്കിൾസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ പുറത്താണെങ്കിലും നല്ല രീതിക്ക് വിജയം കണ്ടെത്താനും തുടങ്ങി. എന്നാൽ അതിനുശേഷം ഈ ബ്രിഞ്ചു മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ബൈക്കിൻ്റെ ഒരു ആവശ്യം ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയൊരു സമയമാണ്. അത് മനസ്സിലാക്കി ആ ഒരു വ്യക്തി ബൈക്കുകൾ നിർമ്മിക്കാനുള്ള പ്ലാനിലേക്ക് കടക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ മുന്നിൽ ഏറ്റവും വലിയൊരു പ്രശ്നം, അവർക്ക് സൈക്കിൾസിൻ്റെ പാർട്സൊക്കെ നിർമ്മിച്ച് പരിചയമുണ്ടെങ്കിലും ഒരു ബൈക്ക് നിർമ്മിക്കണമെങ്കിൽ അതിന് എൻജിൻ വേണം. എൻജിൻ നിർമ്മിക്കേണ്ട യാതൊരുവിധ ടെക്നോളജിയും അവർക്ക് അറിയില്ല. അങ്ങനെ അവർ മറ്റു ബ്രാൻഡിൻ്റെ സഹായം അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഹോണ്ടയുടെ അടുത്തേക്ക് അവർ എത്തിച്ചെല്ലുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിൽ നല്ല ഗ്രോത്ത് നേടിയ ഒരു ബ്രാൻഡാണ്. എൻജിൻ നിർമ്മിച്ചത് നല്ല പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ട് ബ്രാൻഡിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറോ സൈക്കിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഹോണ്ട ബൈക്കുകൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഹോണ്ടയ്ക്ക്. ഹോണ്ടയ്ക്ക് ഒരു പ്രപ്പോസൽ അയച്ചു. അതായത് നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഒരു പ്രപ്പോസൽ അവർക്ക് അയച്ചു തുടങ്ങി. ഹോണ്ട ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്തിട്ടുമില്ല. കാരണം ഇന്ത്യയിലേക്കുള്ളൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു എൻട്രി കൂടിയാണ് ഹോണ്ടയ്ക്ക്. അങ്ങനെ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ഒന്നിച്ചു നിന്നു. ഹീറോനാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് പാർട്ണറിങ് കിട്ടി. വേൾഡിലെ തന്നെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ചൊരു ബ്രാൻഡാണ്, ജാപ്പനീസ് ബ്രാൻഡാണ് ഹോണ്ട. അങ്ങനെ 1984 കരാർ അടിസ്ഥാനത്തിൽ ഹീറോ ഹോണ്ട എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ രൂപീകരിച്ചു. കരാർ അടിസ്ഥാനത്തിൽ ഏകദേശം 26% ഹീറോയും ഹോണ്ടയും ഓഹരി കൈവശം വെച്ചു. ആ ഒരു കരാറിലെ NOC വെച്ചിട്ട് ഭാവിയിൽ ഈ രണ്ട് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പോലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കരാറും ഒപ്പുവെച്ചു. അങ്ങനെ സൈക്കിൾസ് മാത്രം നിർമ്മിച്ചു തുടങ്ങിയ ഒരു സൈക്കിൾ കമ്പനി ഹോണ്ടയുടെ സഹായത്താൽ ഒരു ബൈക്കുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിൽ ഹീറോയുടെ ഇൻപുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടറികളിലെ നിർമ്മാണം, പാർട്സിൻ്റെ സപ്ലയർ, നെറ്റ്വർക്ക് മാനേജ് ചെയ്യൽ, അസംബ്ലി, ചില പാർട്സൊക്കെ നിർമ്മിച്ചു കൊടുക്കൽ, ഡീലേഴ്സിൻ്റെ നെറ്റ്വർക്ക്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇതാണ് ഹീറോയുടെ മെയിനായിട്ടുള്ള ജോലികൾ. ഹോണ്ടയാണെങ്കിൽ പൂർണ്ണമായിട്ടും എൻജിൻ നിർമ്മിച്ചു കൊടുക്കുക, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, ക്വാളിറ്റി ചെക്ക്, R&D, അതായത് റിസർച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഹോണ്ടയുടെ ഒരു സഹായങ്ങൾ. ഹീറോയുടെ മാർക്കറ്റിങ്ങും നെറ്റ്വർക്കും ഹോണ്ടയുടെ എൻജിനും ടെക്നിക്കൽ സപ്പോർട്ടും കൊണ്ട് അവരുടെ ഫസ്റ്റ് ബൈക്ക് 1985 പുറത്തിറങ്ങി. CD100 ആണ് അവർ ആദ്യമായിട്ട് പുറത്തിറക്കിയ ബൈക്ക്. ആ ഒരു സമയത്ത് തന്നെ ഇന്ത്യക്കാർക്കിടയിലേക്ക് തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബൈക്കും കൂടിയാണ്. ഹീറോ ഹോണ്ട മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, ഗ്രാമീണ പ്രദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ CD100 ആ ഒരു സമയത്ത് അവരൊരു ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫോർഗെറ്റ്. വണ്ടിയിൽ പെട്രോൾ അടിക്കൂ, ബാക്കി നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വണ്ടിക്ക് വേറെ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല, കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, പെട്രോൾ അടിക്കും, നിങ്ങൾ ആവശ്യത്തിന് വണ്ടി ഓടിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് ഹിറ്റായ ഒരു ബൈക്കാണ് CD100. ഇതിൻ്റെ ഒരു വിജയ കാരണം ഹീറോയുടെ മാർക്കറ്റിങ്ങും ഹോണ്ടയുടെ ടെക്നിക്കൽ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ അവർ ഒരുപാട് ബൈക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഹീറോയുടെ സ്പ്ലെൻഡറും പാഷനും അങ്ങനെ ഒരുപാട് ബൈക്ക് നിർമ്മിച്ചു, വൻ സക്സസ്സും ആയി തുടങ്ങി. അതിൻ്റെ ഇടയിലും ചെറിയ ഡൗൺഫാളൊക്കെ ഈ രണ്ട് ബ്രാൻഡിനുണ്ടായിരുന്നു. ഇപ്പോൾ ജപ്പാനിലെ കറൻസി റിലേറ്റഡ് ഇഷ്യൂസ് വന്നതിന് ശേഷം പാർട്സിനൊക്കെ റേറ്റ് കൂടാൻ തുടങ്ങി. പിന്നെ മറ്റു ബ്രാൻഡും നല്ല രീതിക്ക് ഇന്ത്യയിൽ സക്സസ് ആയിട്ട് മാറാൻ തുടങ്ങി. കോമ്പറ്റേറ്ററും നല്ല ശക്തിയായിട്ട് പ്രാപിച്ചു തുടങ്ങി. ഉദാഹരണം TVSഉം സുസൂക്കി, ബജാജൊക്കെ. അതൊന്നും ഹീറോ ഹോണ്ടയെ അങ്ങനെ ബാധിച്ചിട്ടില്ല. അവർ പ്രൊഡക്ഷൻ്റെ എണ്ണം കൂട്ടി തുടങ്ങി, ഒരുപാട് ബൈക്കുകൾ നിർമ്മിച്ചു തുടങ്ങി. 1990 ആകുമ്പോഴേക്കും നല്ലൊരു പ്രോഫിറ്റുള്ളൊരു ബ്രാൻഡ് ലെവലിലേക്ക് ഹീറോ ഹോണ്ടയും വളർന്നു. ഇനി അങ്ങോട്ടേക്കാണ് ഈ രണ്ട് ബ്രാൻഡിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്.
അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയ്ക്കാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് USA-ലും പല രാജ്യങ്ങളിലും അവരുടെ പ്രൊഡക്റ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഹീറോൻ്റെ ഒപ്പം ചേർന്ന് നല്ലൊരു പ്രോഫിറ്റും അവർ ഉണ്ടാക്കുന്നുണ്ട്. മൊത്തത്തിൽ ഹോണ്ടയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ബിസിനസ്സാണ് കിട്ടി തുടങ്ങിയത്. പക്ഷേ ഹീറോയുടെ കാര്യം അങ്ങനെയല്ലായിരുന്നു. ഹീറോനാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഹോണ്ടയുടെ ഒരു അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പല പാർട്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള കമ്പനീസിൻ്റെ പാർട്സ് ഒന്നും വണ്ടിയിൽ യൂസ് ചെയ്യാനും പറ്റില്ല. അതൊക്കെ ഹോണ്ടയുടെ അപ്രൂവൽ ഉണ്ടായാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു സെറ്റ് ഓഫ് ലിമിറ്റിൽ മാത്രമേ ഹീറോനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഉദാഹരണം നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ ബംഗ്ലാദേശ്, അങ്ങനെയുള്ള കുറച്ച് അയൽരാജ്യങ്ങൾ മാത്രം. അത് ഹീറോയുടെ ഇൻ്റർനാഷണൽ ബിസിനസ് സ്ട്രാറ്റജിയെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ സൈക്കിൾസ് നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലെ പല മാർക്കറ്റിങ്ങിലും നല്ലൊരു വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, പല യൂറോപ്യൻ കൺട്രീസിലേക്ക് സൈക്കിൾസ് കൊണ്ട് തന്നെ അവർ നല്ല മാർക്കറ്റിംഗ് നേടിയിട്ടുണ്ട്. അവിടെയൊക്കെ ബൈക്ക് എക്സ്പോർട്ട് ചെയ്ത നല്ല ബിസിനസ്സും കിട്ടും. പക്ഷേ ഹോണ്ടയുടെ അപ്രൂവൽ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. ഇതൊന്നും കൂടാതെ 2010 NOC ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹോണ്ട വീണ്ടും ഒരു കമ്പനി ഇന്ത്യയിൽ രൂപീകരിച്ചു, സ്കൂട്ടർ കമ്പനി. അത് ഹീറോനെ സംബന്ധിച്ച് നല്ല രീതിക്ക് ഡിസ്കംഫർട്ട് ആക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്വന്തം പാർട്ട്ണർ തന്നെ നമ്മളെ എഗൻസ്റ്റ് ആയിട്ടൊരു ബ്രാൻഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നുണ്ട്, നല്ല എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട ഒരു സൈഡിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലിമിറ്റിൽ മാത്രം ലോക്കായിട്ട് നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് ഹീറോ വേറൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇടയാക്കിയത്. അതായത് ഹീറോ ഹോണ്ടയിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഹീറോ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനി ഇന്ത്യയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ട് ബ്രാൻഡിനും 26% ഓഹരി ഉള്ളത്. ഹോണ്ടയുടെ 26% ഓഹരി ഹീറോന് അവർ സെല്ല് ചെയ്തു. ഇതുകൂടാതെ ഹോണ്ടയുടെ കുറച്ച് ടെക്നോളജി കുറച്ച് വർഷത്തേക്ക് നീട്ടി നൽകാനും അവർ തീരുമാനിച്ചു. ഇതാണ് ഹീറോ ഹോണ്ടയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ്റെ കാര്യം. ഹീറോ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റഡ് ആയത്. ഇങ്ങനെയാണ് ഹീറോ ഹോണ്ടയും സെപ്പറേറ്റ് ആയത്. അപ്പോൾ ഹീറോ ആണ് ഇതിൻ്റെ മേൽനോട്ടൊക്കെ വഹിച്ചത്. ഹീറോനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബ്രാൻഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അവർക്കൊരു സെറ്റ് ഓഫ് ലിമിറ്റിന് മാത്രം ഒതുക്കാതെ എക്സ്പോർട്ടിങ് എല്ലാ രാജ്യത്തേക്ക് എത്തിക്കാനും പിന്നെ ഒരുപാട് പാർട്സ് പല കമ്പനിയിൽ നിന്ന് വാങ്ങാനും പറ്റും. അപ്പോൾ ഇതൊന്നും ഹോണ്ടേൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഹീറോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹീറോ ഹോണ്ടയും സെപ്പറേറ്റ് ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ലീഗലി ഹോണ്ട പോയതിനു ശേഷം കരാർ അടിസ്ഥാനത്തിൽ ഹോണ്ടയുടെ ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു, ഹീറോനുണ്ടായിരുന്നു. ഹോണ്ടയുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടി തന്നെയാണ് പല ബൈക്കുകളും ആ ഒരു സെപ്പറേറ്റിന് ശേഷം അവർ നിർമ്മിച്ചത്. അതായത് ഹീറോന് വേണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാം, പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കാം, മോഡിഫൈ ചെയ്യാം, ബൈക്കുകളിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അതിനൊന്നും ഒരു ലിമിറ്റേഷൻ ഇല്ല. 2010 കരാർ അടിസ്ഥാനത്തിൽ ഹോണ്ടയുടെ ടെക്നോളജി 2014 ജൂൺ വരെ ഹീറോന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഹോണ്ടയുടെ സപ്പോർട്ടോടു കൂടി തന്നെ ബൈക്കുകളൊക്കെ നിർമ്മിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ അവർ മാറ്റിവെക്കാൻ തുടങ്ങി. കാരണം ഇപ്പോഴും ഹോണ്ടയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. സ്വന്തമായിട്ടൊരു R&D പോലും അവർക്കില്ല. അങ്ങനെ അവർ ഫണ്ടിങ് ഒക്കെ സെറ്റായതിനു ശേഷം 2013 രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു R&D സെൻറ്റർ അവർ സ്ഥാപികരിച്ചു. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊരു സെൻറ്റർ സ്ഥാപിച്ചു. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട വിട്ടതിന് ശേഷം ഹീറോ ഒരിക്കലും ഡെവലപ്പ് ആവില്ല, അല്ലെങ്കിൽ ഹീറോ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നാണ് അന്നത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചത്. ഹീറോൻ്റെ ഒരു നല്ലൊരു ഹാർഡ് വർക്ക് ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ കുറച്ച് മുമ്പോട്ടേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ R&Dയിൽ അവർ ഡിസൈൻ നിർമ്മിക്കാൻ തുടങ്ങി. പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ വികസനം, എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. പല എഞ്ചിനീയർമാരുമായിട്ടൊക്കെ സംസാരിച്ച് ടെക്നോളജിയൊക്കെ പഠിക്കാൻ തുടങ്ങി. അമേരിക്കയിലെ എറിക് ബിൽ റേസിംഗുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാനിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേസിൻ്റെ നിർമ്മാണം, പിന്നെ BMW പല എഞ്ചിനീയർമാരുമായിട്ടൊക്കെ അവർ സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് അവരുടെ സ്വന്തം R&Dയിൽ ബൈക്കുകളൊക്കെ ഡിസൈൻ ചെയ്ത് പ്രോട്ടോടൈപ്പ് നിർമ്മാണവും എഞ്ചിനൊക്കെ അവർ പണിതത്. അങ്ങനെ 2011 ഫസ്റ്റ് 150cc ആയിട്ടുള്ള ഇമ്പൾസ് അവർ പുറത്തിറങ്ങി. ഇമ്പൾസ് ഒരിക്കലും ഹീറോയുടെ സ്വന്തം ബൈക്കാണെന്ന് പറയാനൊന്നും പറ്റില്ല. 2010 കരാർ അടിസ്ഥാനത്തിൽ ഹോണ്ടയുടെ ടെക്നോളജി 2014 വരെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിലാണ് ഇമ്പൾസൊക്കെ അവർ നിർമ്മിച്ചത്. ഹീറോയുടെ ഇമ്പൾസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഹോണ്ടയുടെ NXR 150 ബ്രോസ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് വണ്ടി ബിൽഡ് ചെയ്തത്. 2014 വരെയുള്ള പല മോഡലുകളും ഹീറോ ഹോണ്ടയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ബൈക്കുകൾ തന്നെയാണ്. അത് ഹീറോയും ഓൾറെഡി അംഗീകരിച്ച് തന്ന കാര്യം തന്നെയാണ് മുമ്പ്. എന്നാൽ ഹീറോന് നല്ലൊരു തുടക്കമല്ല കിട്ടിയിട്ടുള്ളത്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഹീറോ ഹോണ്ട സെപ്പറേറ്റ് ആയതിനു ശേഷം ഉണ്ടാക്കിയൊരു ബൈക്കാണ്. ആ ഒരു ബൈക്ക് ഇന്ത്യയിൽ നല്ലൊരു ഫ്ലോപ്പായിരുന്നു. അന്നത്തെ 150cc ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കായിരുന്നു ഇമ്പൾസ്. ആ വണ്ടിയുടെ പർപ്പസ് പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ടും ആ വണ്ടിയുടെ രൂപവും ശരിക്കും അതിൻ്റെ ആവശ്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ വണ്ടി സക്സസ് ആയിട്ടില്ല. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്ന ബൈക്കാണെങ്കിൽ വണ്ടി സക്സസ് ആയിട്ടില്ല.
പിന്നെ 2014 ശേഷം കരീസ്മ അടക്കം പല ബൈക്കുകളും ഫ്ലോപ്പായി. ഹീറോ ഒരുപാട് 200cc ബൈക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം 200 എക്സ്ട്രീം 200R, എക്സ്പൾസ് 200T, ആ ഒരു ബൈക്കൊക്കെ ഇന്ത്യയിൽ ശരിക്കും ഫ്ലോപ്പായി തുടങ്ങി. ഇതൊക്കെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബൈക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു സൈഡിലാണെങ്കിൽ ഈ ഒരു കമ്മ്യൂട്ടിംഗ് ബൈക്കിലാണെങ്കിൽ ഹീറോന് നല്ല സെയിൽസ് ഉണ്ടായിരുന്നു. സ്പ്ലെൻഡർ അടക്കം എല്ലാ ബൈക്കും സക്സസ് ആയിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയം ബൈക്കായിട്ടുള്ള പല ബൈക്കുകളും വിജയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പല ബൈക്കിൻ്റെ ഡിസൈൻ ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഹോണ്ടയുള്ള സമയത്താണെങ്കിൽ ഹീറോൻ്റെ ബൈക്കിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിലായാലും പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പല കാര്യങ്ങളും പാർട്സ് അടക്കം അവർ അപ്രൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ അടക്കം പല ബൈക്കുകൾ ഇന്നും ആ ഒരു പഴയ മോഡൽ നിലനിൽക്കുന്നത്. ആ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടിൽ നിന്നാണ് പല ബൈക്കുകളും ബിൽഡ് ചെയ്തേക്കുന്നത്, എഞ്ചിനടക്കം. അതാണ് പല ആൾക്കാർക്കും ഹോണ്ട വിട്ടതിന് ശേഷം ഹീറോൻ്റെ ബൈക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പല ആൾക്കാരും ആ ഒരു സമയത്തെ പറഞ്ഞു തുടങ്ങിയത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ എക്സ്പൾസിൻ്റെ കാര്യം. റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഹീറോ ഹോണ്ടയുടെ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പൾസ് 200 ഇത്രയും വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എഞ്ചിൻ്റെ സൈഡിൽ നിന്നും നല്ല റിഫൈൻഡ് എഞ്ചിൻ തന്നെ ആയിരിക്കും. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അധികം നമ്മൾ എടുത്തു പറയേണ്ട കംപ്ലയിൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ എക്സ്പൾസ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്ന കാര്യമാണ് വണ്ടിക്ക് ക്വാളിറ്റി ഇല്ലയെന്ന്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഹോണ്ടയുള്ള സമയത്താണെങ്കിൽ ഹോണ്ട ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പല പാർട്സും അപ്രൂവ് ചെയ്യുള്ളൂ. വേറെ ഏത് കമ്പനീൻ്റെ പാർട്സും യൂസ് ചെയ്യാനും പറ്റില്ല. ഹോണ്ട അപ്രൂവ് ചെയ്യുന്ന പാർട്സ് മാത്രമേ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് അന്നത്തെ പല ബൈക്കുകളിലും പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായത്. ഇന്നാണെങ്കിൽ ഹോണ്ടയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം ഏത് കമ്പനീസിൻ്റെ പാർട്സ് വണ്ടിക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് പല ബൈക്കുകളും ഹീറോ ഹോണ്ടയുള്ള സമയത്ത് പല ബൈക്കിൻ്റെ സസ്പെൻഷനൊക്കെ ഷോവയുടെ സസ്പെൻഷനാണ് യൂസ് ചെയ്തത്. ഷോവ എന്ന് പറയുന്നത് ഷോക്കൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മാനുഫാക്ചറിങ് കമ്പനി കൂടിയാണ്. ഹോണ്ടയുള്ള സമയത്തൊക്കെ ഷോവയുടെ പാർട്സൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പൾസിൻ്റെ ഫസ്റ്റ് മോഡലിൻ്റെ ഷോ ക്യാപ്സർ നോക്കിയാൽ മനസ്സിലാവും. എൻഡ്യൂറൻസിൻ്റെ ഷോ ക്യാപ്സറാണ് അവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ TVS, റോയൽ എൻഫീൽഡ്, ബജാജൊക്കെ യൂസ് ചെയ്യുന്നൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എൻഡ്യൂറൻസ് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന ബഡ്ജറ്റിൽ ഇത്ര ഒരു പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹീറോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറയുന്നു. ഇത്ര ബഡ്ജറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മാത്രമേ ആ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ മാത്രമേ ഹീറോ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മാത്രമേ തിരിച്ചും കിട്ടുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺ. പല പാർട്സ് നിർമ്മിച്ചേക്കുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യാതെയാണ്. ഇപ്പോൾ കുറച്ച് ലോ ക്ലാസ് ആയിട്ടുള്ള പാർട്സൊക്കെയാണ്. അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പാർട്സാണ് ഇപ്പോഴത്തെ എക്സ്പൾസർ അടക്കം പല ഹീറോയുടെ ബൈക്കിലും അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീറോ ഹോണ്ടയിൽ ഉണ്ടായിട്ടുള്ള ക്വാളിറ്റി പല ബൈക്കുകളിലും നഷ്ടപ്പെടും. റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഹോണ്ട പോയതിന് ശേഷം 2014 ശേഷം ഹോണ്ടയുടെ എല്ലാ ടെക്നോളജി, എല്ലാ സപ്പോർട്ടും പോയതിന് ശേഷം ഹീറോയുടെ നല്ല രീതിക്ക് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഹീറോയുടെ ബൈക്കിൻ്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ വലിയൊരു ബാക്ക് സ്റ്റോറി തന്നെയാണ് ഹീറോൻ്റേത്. പക്ഷേ ഹീറോയുടെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സൈക്കിൾ ബ്രാൻഡിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഹോണ്ടയായിട്ട് ടൈപ്പ് നടത്തി ഹോണ്ട വീണ്ടും പിരിഞ്ഞു സ്വന്തമായിട്ട് ബൈക്കുകൾ നിർമ്മിച്ച് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിയൊരു ബ്രാൻഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ഇൻസ്പിറേഷൻ്റെ സ്റ്റോറി ഹീറോൻ്റെ ബാക്കിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂട്ടിംഗ് ബൈക്സിൽ ഒരു കിങ് തന്നെയാണ് ഹീറോ. പ്രീമിയം ബൈക്കിൽ അവർ ഒരുപാട് മെച്ചപ്പെടാനുണ്ട് സത്യാവസ്ഥ നോക്കുവാണെങ്കിൽ. പക്ഷെ ഇന്ന് കാണുന്ന എക്സ്പൾസ് അടക്കം പല ബൈക്കുകളും ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എത്രത്തോളാണെന്ന് എല്ലാവർക്കും അറിയാം. പല പേർക്കും ഓഫ് റോഡിങ് പഠിക്കാനും ഓഫ് റോഡിങ്ങിൽ എക്സ്പേർട്ട് ആകാനും സഹായിച്ചൊരു ബൈക്കാണ് എക്സ്പൾസ്. ഇന്നും ഒരു ബ്രാൻഡിനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഹീറോയുടെ സ്പ്ലെൻഡറിൻ്റെ സെയിൽസ്. ഒരു റെക്കോർഡ് സെയിൽസാണ് ഹീറോയുടെ സ്പ്ലെൻഡറിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഹീറോൻ്റെ ഡിസൈൻ ആയാലും നൈസാണ്. എക്സ്പൾസ് ആയാലും എക്സ്ട്രീം 250R ആയാലും പിന്നെ ഹീറോയുടെ എക്സ്ട്രീം 125R ഇതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ അവർ നല്ല രീതിക്കാണ് ചെയ്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ തുടക്കത്തിൽ തൊട്ടുള്ള അവസാനം വരെയുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഏതെങ്കിലും മറ്റു ബ്രാൻഡിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് പ്ലേലിസ്റ്റായിട്ട് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിലിടാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യാം.